RSS ശാഖയിൽ ക്രൂര ലൈംഗിക പീഡനങ്ങൾ ഏറ്റുവാങ്ങിയെന്ന് വെളിപ്പെടുത്തി യുവാവ് ജീവനൊടുക്കിയതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. അന്വേഷണം ആവശ്യപ്പെട്ട് CPIM-ഉം DYFI-യും പോലീസിൽ പരാതി നൽകി. പീഡിപ്പിച്ചതായി ആത്മഹത്യാക്കുറിപ്പിൽ യുവാവ് വെളിപ്പെടുത്തിയ ശാഖാ പ്രമുഖിനെ അടക്കം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ആവശ്യം. കാഞ്ഞിരപ്പള്ളി എലിക്കുളം സ്വദേശി അനന്തു അജിയാണ് ഷെഡ്യൂൾ ചെയ്ത ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ RSS ശാഖയിലുണ്ടായ ദുരനുഭവങ്ങൾ മരണമൊഴിയായി രേഖപ്പെടുത്തി ആത്മഹത്യ ചെയ്തത്. IT പ്രൊഫഷണലായ അനന്തുവിനെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ലോഡ്ജിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 4 വയസ്സ് മുതൽ RSS ശാഖയിൽ ലൈംഗിക ചൂഷണത്തിനിരയായത് വിഷാദരോഗിയാക്കി മാറ്റി. ITC, OTC ക്യാമ്പുകളിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു. എല്ലാം അനുഭവിച്ച് മനസ്സ് കൈവിട്ടുപോയി. 1.5 വർഷമായി ചികിത്സ തേടിയിട്ടും മനസ്സിനെ നിയന്ത്രിക്കാനാകുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അനന്തുവിന്റെ പോസ്റ്റിലുള്ളത്. താൻ മാത്രമല്ല ഒരുപാട് പേർ RSSകാരാൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും അനന്തു ആരോപിച്ചിരുന്നു. അനന്തുവിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം ആവശ്യപ്പെട്ട് CPIM എലിക്കുളം ലോക്കൽ കമ്മിറ്റിയും DYFI ജില്ലാ കമ്മിറ്റിയും പരാതി നൽകി. RSS ശാഖയിലേക്ക് തെറ്റിദ്ധാരണ മൂലം പോയവർക്കുള്ള മുന്നറിയിപ്പാണ് അനന്തുവിന്റെ അനുഭവമെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. പീഡിപ്പിച്ച ശാഖാ പ്രമുഖിനെ അടക്കം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു. മതത്തെയും വിശ്വാസത്തെയും മുൻനിർത്തി ക്ഷേത്രത്തിൻ്റെ വളപ്പുകളിലും ക്ഷേത്രത്തിൻ്റെ മുറ്റത്തെല്ലാം സംഘടിപ്പിച്ചിരുന്ന RSSന്റെ ശാഖയിലേക്ക് തെറ്റിദ്ധാരണ കൊണ്ടെല്ലാം കുറച്ചാളുകൾ പോയിട്ടുണ്ട്. അത്തരം ആളുകൾക്കെല്ലാമുള്ള മുന്നറിയിപ്പാണ് അനന്തുവിൻ്റെ മരണത്തിൽ കൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വർഷങ്ങളോളം RSSൽ പ്രവർത്തിച്ച തനിക്ക് അത്രത്തോളം വെറുപ്പുള്ള മറ്റൊരു സംഘടനയില്ലെന്ന് അനന്തു പോസ്റ്റിൽ പറഞ്ഞിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും RSSകാരെ സുഹൃത്താക്കരുത്, അത്രയ്ക്ക് വിഷം ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരാണ് അവരെന്നും യുവാവ് ആരോപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.